നിങ്ങളുടെ ഇന്നിൽ നാം ചർച്ച ചെയ്യുന്നത് ഇന്ന് 1201 മകരമാസം 8-ാം തീയതി, അതായത് 2026 ജനുവരി മാസം 22-ാം തീയതി ഗുരുവാരം വ്യാഴാഴ്ച. ഇന്ന് വ്യാഴാഴ്ച സൂര്യോദയം തൃശ്ശൂരിൽ 6:31, അസ്തമയം വൈകിട്ട് 6:21. ഇന്നത്തെ രാഹുകാലം വ്യാഴാഴ്ച നിങ്ങൾക്കറിയാം. 1:30 മുതൽ 3 മണി വരെയുള്ള സമയം, 1.5 മണിക്കൂർ ദൈർഘ്യസമയം നാം ശുഭകാര്യങ്ങളൊന്നും തന്നെ അനുഷ്ഠിക്കാറില്ല. ഇന്നത്തെ നക്ഷത്രം ഉച്ചയ്ക്ക് 2:30 വരെ ചതയം നക്ഷത്രമാണ്. ചതയം ഒരു ശുഭനക്ഷത്രമാണ്. ശതഭിഷക് എന്നാണ് നാം പറയുക. ഇത് അസംബ്ലിംഗ് ഓഫ് 100 സ്റ്റാർസ്, 100 നക്ഷത്രങ്ങളുടെ പ്രഭാവമാണ് ചതയം നക്ഷത്രം. അതിനാൽ ചതയം നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾ വളരെയധികം തങ്ങളുടെ പ്രഭാവം കാത്തു സൂക്ഷിക്കും. നമ്മുടെ കേരളത്തിൽ ആദ്യം പ്രാതസ്മരണീയനായ സന്യാസിവര്യൻ ശ്രീ നാരായണ ഗുരു ചതയം നക്ഷത്രമാണ്. സഖാവ് നായനാർ നമ്മുടെ മുഖ്യമന്ത്രിയായി ജനഹൃദയത്തിൽ വസിച്ച സഖാവ് നായനാർ, അദ്ദേഹവും ചതയം നക്ഷത്രമാണ്. അതിനാൽ ചതയം നക്ഷത്രക്കാർക്ക് ധാരാളം പ്രത്യേകതകളുണ്ട്. ആ നക്ഷത്രത്തിൻ്റെ ആ ബലമാണ് അവരുടെ ചിന്തകളും ചിന്താസരണികളും മറ്റുള്ളവർക്ക് അവരുടെ ഉപദേശങ്ങളുമൊക്കെ തുണിയായി വരുന്നത്. 2:30 വരെയുള്ള നക്ഷത്രം ചതയവും 2:30 ശേഷം പുരൂരുട്ടാതി നക്ഷത്രമാണ്. ഇന്ന് വ്യാഴാഴ്ച 2:30 മുതൽ പുരൂരുട്ടാതി നക്ഷത്രം വരുന്നത് വളരെ ഗുണമാണ്. വ്യാഴാഴ്ചയും പുരൂരുട്ടാതി നക്ഷത്രവും. എന്താണ് കാരണം? പുരൂരുട്ടാതി നക്ഷത്രത്തിൻ്റെ അധിപനായ ഗ്രഹം വ്യാഴമാണ്. അതിനാൽ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഇന്ന് ഉച്ചയ്ക്ക് 2:30 വരെയുള്ള സമയം ചതയം നക്ഷത്രമാകയാൽ രാഹു ക്ഷേത്രത്തിൽ, നവഗ്രഹത്തിൽ രാഹുകേതു അർച്ചന ചെയ്യാം. നാഗക്ഷേത്രത്തിൽ ആയില്യപൂജ സർപ്പബലി ചെയ്ത് വഴിപാടുകൾ ചെയ്യുക. സുബ്രഹ്മണ്യന് വഴിപാടുകൾ ചെയ്യുന്നത് വളരെ ഗുണമാണ്. സുബ്രഹ്മണ്യനും നാഗവുമായി അഭേദ്യമായ ബന്ധമുണ്ട്. അപ്രകാരം ശിവനുമായി, മഹാവിഷ്ണു അനന്തനുമായി ബന്ധമാണ്. നാഗങ്ങളെ സ്മരിക്കുമ്പോൾ അനന്തനെയാണ് ആദ്യം സ്മരിക്കുക. കാരണം വിഷ്ണുവിൻ്റെ ശയന ഉപാധിയാണ്, കിടക്കയാണ്. അനന്തശയനൻ, അനന്തൻ ദേവാംശമുള്ള, വിഷ്ണുവിൻ്റെ അംശമുള്ള സർപ്പമാണ്. അതിനാൽ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് കാലത്ത് അപ്രകാരം ചെയ്യാം. വൈകിട്ട് സുഖമായി നാരായണ കവചവും വിഷ്ണു സഹസ്രനാമം ജപിക്കുക. വിഷ്ണു ക്ഷേത്രത്തിൽ തുളസിമാല പാൽപ്പായസം വഴിപാടായി ചെയ്യാം. വിഷ്ണു സഹസ്രനാമം ജപിക്കാം, നാരായണ കവചം ജപിക്കാം. ഇന്ന് ഏറ്റവും നല്ല ശുഭമുഹൂർത്തം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ശ്രദ്ധിക്കാം. കാലത്ത് 10 മുതൽ 11:30 വരെയുള്ള സമയം എല്ലാ ശുഭകാര്യങ്ങൾക്കും സമയം കണ്ടെത്താം. ചതയം നക്ഷത്രം പ്രായണ ദോഷമില്ല. പക്ഷേ സാമ്പത്തികമായ വിഷയത്തിൽ ശ്രദ്ധിക്കണം. കാരണം ഇന്നത്തെ തിഥി ചതുർത്ഥി തിഥിയാണ്. ചതുർത്ഥി ഒഴിഞ്ഞ തിഥിയാണ്. അത് വെളുത്ത പക്ഷത്തിലേതായാലും കറുത്ത പക്ഷത്തിലേതായാലും നമുക്ക് ഒഴിഞ്ഞ തിഥി 3 തിഥികളുണ്ട്. ഒന്ന് ചതുർത്ഥി, മറ്റൊന്ന് നവമി 9, മറ്റൊന്ന് ചതുർദശി. ഈ 3 തിഥികളും സാമ്പത്തിക വിഷയത്തിൽ നമുക്ക് സ്വീകരിക്കാൻ പറ്റില്ലാത്ത തിഥികളാണ്. അതിനാൽ വാങ്ങൽ കൊടുക്കൽ കർമ്മങ്ങൾ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യുക എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ. ഇന്നത്തെ ദിനം പ്രാർത്ഥനകളിലൂടെ കാലത്ത് ഞാൻ സൂചിപ്പിച്ച സമയം യാത്രയ്ക്കും മറ്റ് ശുഭകരമായ കാര്യങ്ങൾക്കും വിനിയോഗിക്കാം. നന്ദി, നമസ്തേ.